എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്, എൻ്റെ ഗ്രാൻഡ് മദറാണ്, ഉമ്മമ്മയാണ്. ഞാൻ ഇപ്പം ഞാൻ തന്നെ സംസാരിച്ചൊരു കോൺവെർസേഷനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡസൻ എക്സിസ്റ്റ് എന്ന്. പക്ഷേ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്, അൺകണ്ടീഷണൽ ലവ്. എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ലോകത്തെ ഏറ്റവും നല്ല ആൾ ഞാനായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നു. എനിക്കൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 10 ആക്കിയിട്ട് പറയുമായിരുന്നു. എല്ലാവരുടെ അടുത്തും എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഇങ്ങനെ ഞാൻ മിക്കവാറും ദിവസം ഉമ്മമ്മൻ്റെ കൂടെയാണ് കിടക്കുക. അപ്പോൾ ഉമ്മമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഒരു നീളൻ മാലയാണ് ഇടുക, മുണ്ടും ബ്ലൗസും ഇങ്ങനെ തട്ടമാണ് ഉമ്മമ്മ ഇടുക. അപ്പോൾ എനിക്കിപ്പോഴും ഉമ്മമ്മൻ്റെ മണമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഇതിങ്ങനെ വായിച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ പ്രൊട്ടക്ടർ എൻ്റെ ഉമ്മമ്മയാണ്. ഉമ്മ മരിച്ചു പോയി കേട്ടോ, കുറേ വർഷമായി മരിച്ചിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, പക്ഷേ മേ ബി ആ സമയത്ത് എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയത് ഉമ്മമ്മ ആയതുകൊണ്ടും ആൻഡ് ലൈഫ് ലോങ്, അതായത് ഉമ്മമ്മ കുറേ കാലം വയ്യാണ്ട് കിടന്നു, കോമയിൽ കിടന്നു. അതിൻ്റെ തൊട്ട് മുന്നേ വരെയും എൻ്റെ എന്ത് കാര്യത്തിനും ഏറ്റവും എക്സൈറ്റഡ് ഉമ്മമ്മയായിരുന്നു. ഞാൻ ഇത് ചെയ്യാണ്. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും അവൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും കാർ ഓടിച്ച് വന്നു. അത് ഉമ്മമ്മൻ്റെ കണ്ണിലിങ്ങനെ കാണാം നമുക്ക് ആ തിളക്കം, ആ സന്തോഷം. അപ്പോൾ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ ഭയങ്കര റെയറായിരിക്കും, ഭയങ്കര ലക്കി ആയതുകൊണ്ടായിരിക്കും, പക്ഷേ ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിങ്ങനെ എൻ്റെ മൈൻഡിൽ അപ്പൊ എൻ്റെ ഉമ്മീൻ്റെ മമ്മീനെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് ഭയങ്കര സംസാരിക്കും. അവിടെ ചെയ്യുന്നത് അവര് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി നമ്മളാ, അവര് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആള് നമ്മളെ ഏറ്റവും വേറെ ആരും ഇല്ല. അങ്ങനെ തന്നെയാ, വേറെ അവരൊരു വേൾഡ് നമ്മളാണ്.